Celebrating 50 years. Majestic Jewelers. തിരുത്താഴെപ്പാലം പുതിയ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. പ്രവൃത്തി ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എംഎൽഎ നിർവഹിച്ചു. 1,38,00,000 രൂപ എസ്റ്റിമേറ്റ്. 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. തിരൂർ നിവാസികളുടെ ഏറെക്കാലത്ത് ആവശ്യമായ താഴെപ്പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. പ്രവൃത്തി ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എംഎൽഎ നിർവഹിച്ചു. $1,38,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കുറുക്കോളി മൊയ്തീൻ എംഎൽഎ പറഞ്ഞു. ആദ്യമായി നിയമസഭയിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എത്തിച്ചേരാൻ അവസരം കിട്ടിയപ്പോൾ സബ്മിഷൻ ഉന്നയിക്കുവാനുള്ള അംഗങ്ങളുടെ അവകാശം ആദ്യമായി എനിക്ക് വിനിയോഗിക്കാൻ അവസരം കിട്ടിയത് ഈ പാലങ്ങളുടെ പേരിലാണ്. ബഹുമാന്യനായ വകുപ്പ് മന്ത്രി വളരെ നല്ല മറുപടി അതിന് നൽകുകയും ഇവിടെ സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിന് സന്നദ്ധമാവുകയും ചെയ്തു. അദ്ദേഹം വരികയും ഇതിൻ്റെ പ്രാധാന്യം നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും വൈകാതെ തന്നെ ഇതിനനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതനുസരിച്ച് ഈ പാലത്തിന് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന് AS-ഉം TS-ഉം തന്ന് അത് ടെൻഡർ ചെയ്തു. വീണ്ടും ഒരു 2 മാസം കൂടി നീളാനുണ്ടായ ഒരു കാരണം പഴയ ഇതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിരുന്ന വ്യക്തി അതിനെതിരായി കോടതിയിൽ പോയി. കോടതി നമ്മൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട് പോവുകയും കോടതിയിൽ അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വിദഗ്ധമായ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിക്കൊണ്ട് കേസ് വേറെ വഴിക്ക് നടക്കുന്നുണ്ട്. ഇത് സംഘടിപ്പിക്കുവാൻ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുവാനുള്ള അനുമതി നമുക്ക് തരികയും അതനുസരിച്ച് പുതിയ ടെൻഡർ പൊട്ടിക്കുകയും കിട്ടിയ കരാറുകാരൻ പണി ഇന്ന് സമാരംഭം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി തിരൂരിന് ഒരു വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് ഇതിൻ്റെ കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ T. രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൽ സലാം മാസ്റ്റർ, K. അബൂബക്കർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് S. ഗിരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.